ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ഐസ്ക്രീം കേക്ക് ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം കേക്കാണിത്. ഇതിന് വേണ്ടി ഒരു ചോക്ലേറ്റ് കേക്ക് വേണം. അപ്പോൾ ഒരു വലിയ പീസ് ചോക്ലേറ്റ് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. കൈവച്ച് തന്നെ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് പൊടിച്ചിട്ടാൽ മതി. ഇതുപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ലോഫ് പാൻ എടുത്തിട്ടുണ്ട്. പൊടിച്ചു വെച്ചിട്ടുള്ള കേക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ടിത് നല്ലപോലെ പ്രസ് ചെയ്യണം. സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും നല്ലോണം ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അടുത്തത് ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ബീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഈ ബൗളും വിസ്കും 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇതിൽ തന്നെ ഷുഗറും വാനില എസൻസും ഉണ്ട്. അപ്പോൾ വേറെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ ഷുഗറും വാനില എസൻസും ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഷുഗറും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്യാം. ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെടിപ്പിക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഈ കേക്ക് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.